സ്കൂൾ വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ സീനിയർ വിദ്യാർത്ഥികളുടെ ഭീഷണി. ഇന്ന് അടി ഉറപ്പാണ്, നോമ്പെടുക്കാതെ വരണമെന്നും നിർദ്ദേശം. കോഴിക്കോട് എളേറ്റിലെ MJ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് +1 വിദ്യാർത്ഥി മുഹമ്മദ് ദാനിഷിനെ ക്രൂരമായി തല്ലിച്ചതച്ചത് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ്. സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് പിന്നിൽ നിന്ന് ചവിട്ടി വീഴ്ത്തുകയും നിലത്തിട്ട് ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു. പരിക്കേറ്റ ദാനിഷിനെ നാട്ടുകാരാണ് വീട്ടിലെത്തിച്ചത്. റാഗിങ്ങിന്റെ പേരിലുള്ള മർദ്ദനമെന്നാണ് പരാതി. കൊടുവള്ളി കത്തറമ്മൽ വരുവിൻകാലയിൽ അബ്ദുൾ റഷീദിന്റെ മകനും എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ദാനിഷിനെയാണ് സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചത്. ഉച്ചയ്ക്കായിരുന്നു സംഭവം. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സംഘടിച്ചെത്തിയവർ പിന്നിൽ നിന്ന് ചവിട്ടി വീഴ്ത്തുകയും നിലത്ത് വീണപ്പോൾ ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നുവെന്ന് ഡാനിഷ് പറയുന്നു. എന്റെ +1 പബ്ലിക് എക്സാം എഴുതി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അന്നപ്പോ +2ലുള്ള കുറച്ച് ആൾക്കാർ വന്ന് എന്നെ റൗണ്ട് ചെയ്ത് അതിൽ ഒരാള് ആദിത്യ എന്ന് പറയുന്ന ഒരു ചങ്ങായി എന്നെ ചാടി ചവിട്ടി അതിൽ ഞാൻ എന്റെ പുറം അടിച്ച് ഒരു മതിൽമക്ക് വീണു. പിന്നെ എണീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി കുറച്ച് ആൾക്കാരെ പിടിച്ചിങ്ങനെ എന്നെ വീട്ടിലെത്തിച്ചതാണ്. ഇന്ന് അടി ഉറപ്പാണെന്നും നോമ്പെടുക്കാതെ വരണമെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പ്രഖ്യാപിച്ചായിരുന്നു ആക്രമണം. എടാ, നാളെ ആരും നോമ്പോ കണ്ടിട്ടോ, ഉള്ളത് അറിയാ, വെറുതെ വിഷയാക്കണ്ട. എന്തായാലും നോറ്റാലും നോറ്റില്ലെങ്കിലും അടിയാ. ഒരു ദയ ഉണ്ടാവില്ല, എങ്ങനായാലും പൊട്ടും. അതുകൊണ്ട് നോമ്പോ നോക്കാണ്ട് നല്ലോണം കുളിച്ചൊരിഞ്ഞൊക്കെ വന്നാൽ എല്ലാത്തിനും കിട്ടും. പലപ്പോഴായി റാഗിങ്ങിന്റെ പേരിൽ അക്രമം ഉണ്ടായിട്ടുണ്ടെന്നും ഇതൊന്നും മകൻ വീട്ടിൽ അറിയിച്ചിരുന്നില്ലെന്നും പിതാവ് അബ്ദുൾ റഷീദ് പറഞ്ഞു. പരിക്കേറ്റ ഡാനിഷിനെ നാട്ടുകാരാണ് വീട്ടിലെത്തിച്ചത്. തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊടുവള്ളി പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊടുവള്ളി.